ഹായ് ഫ്രണ്ട്സ്, ഷൂട്ടർ 7ന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സർവീസ് ചെയ്യാൻ പോകുന്നത് ഒരു സ്റ്റെബിലൈസർ ആണ്. പ്രീമിയർ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. നമ്മൾ ഇതുവരെ ചെയ്തത് വിഗാർഡ് അങ്ങനെയൊക്കെയുള്ളതാണ്. പ്രീമിയർ എന്ന് പറയുന്ന കമ്പനിയുടെ സ്റ്റെബിലൈസറാണ് നമുക്ക് ഇന്ന് കിട്ടിയിട്ടുള്ളത്. നമുക്ക് സ്റ്റെബിലൈസർ ഒന്ന് നോക്കാം, എന്താണ് കംപ്ലൈൻറ്റ്, എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം എന്നുള്ളത്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകും. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രീമിയറിൻ്റെ സ്റ്റെബിലൈസർ. 500 VA എന്ന് എഴുതിയിട്ടുണ്ട്. നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് ഔട്ട്പുട്ട് ഇരുന്നിട്ട് ടൈം ഡിലേ ഉണ്ട്. അപ്പോൾ ഫ്രിഡ്ജിന് ഉപയോഗിക്കുന്ന സാധനമാണ്. 2-3 മിനിറ്റ് ടൈം ഡിലേ പറയുന്നുണ്ട്. ഒന്ന് ചെക്ക് ചെയ്യണം. ഇൻപുട്ട് ലൈറ്റ് കത്തുന്നുണ്ട്, ഔട്ട്പുട്ട് ഇല്ല. അപ്പോൾ ഇത്രയും സമയം ഓണാക്കാതെ വെച്ചിരുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഔട്ട്പുട്ട് പെട്ടെന്ന് വരേണ്ടതാണ്. വോൾട്ടേജ് സ്റ്റഡിയാണ്, ഓക്കെയാണ്, വരേണ്ടതാണ്, വന്നിട്ടില്ല. അപ്പോൾ നമുക്കൊന്ന് അഴിക്കാം. ഇതാണ് സ്റ്റെബിലൈസർ. അതിൻ്റെ വയറൊക്കെ ചൂടായി ഉരുകിയിട്ടുണ്ട്. PCB കത്തിപ്പോയിട്ടുണ്ട്. റിലേയുടെ കോണ്ടാക്റ്റ് വരുന്ന സ്ഥലത്താണെന്ന് തോന്നുന്നു കത്തിയുണ്ട്. കത്തിക്കരിഞ്ഞു പോയിട്ടുണ്ട്. ഇതിലേതാണ് ഇതിൻ്റെ കോണ്ടാക്റ്റ് എന്നുള്ളത് ഈ ഒരു റിലേ ആണ് പ്രശ്നമാക്കിയിട്ടുള്ളത്. ഈ ഒരു റിലേ ഇതിങ്ങനെ ഇതിവിടുന്ന് ഇങ്ങോട്ടായിരിക്കണം. വേറെ ഇതിൻ്റെ അകത്ത് കോണ്ടാക്റ്റ് വരാനില്ല. നമുക്കെന്തായാലും ഈ 2 റിലേയും അഴിച്ചെടുക്കാം. ഒരു റിലേ അഴിച്ചിട്ടുണ്ട്. ഒരു റിലേയുടെ ഈ ഒരു പിന്നാണ് കത്തിപ്പോയത്. അടുത്ത റിലേയുടെ ഒരു പിന്നും പ്രശ്നമാണ്. ഇതുണ്ടോ, ഇതാണ് ഈ റിലേ കരിഞ്ഞു പോയിട്ടുണ്ട്. അല്ലാണ്ട് അതിൻ്റെ ഒരു പിന്നൊക്കെ ഉരുകി പോയിട്ടുണ്ട്. ഇതിൻ്റെ ഈ 2 റിലേ പോയതായിട്ട് കാണുന്നുണ്ട്. ഔട്ട്പുട്ട് ഇല്ലാത്തത് ഈ ഒരു റിലേയുടെ പ്രശ്നം കൊണ്ട് മാത്രമായിരിക്കും, വേറെ ഒന്നും വരാനില്ല. ഇത് പോകാൻ കാരണം ഇവിടെ ഡ്രൈ സോൾഡർ വന്നിട്ടുണ്ടാവും. ഡ്രൈ സോൾഡർ വന്നതിന് ശേഷം പിന്നെ അത് സ്പാർക്കായി കത്തിക്കരിഞ്ഞ് അങ്ങനെ പോയതാവണം. അങ്ങനെ ആവാൻ സാധ്യത. വേറെ ഇതിൻ്റെ അകത്ത് ഒന്നും പോയിട്ടോ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല. അത് നീറ്റാണ്. അതായത് നമുക്ക് ഈ റിലേ 2 നമുക്ക് മാറ്റിയിട്ട് ഓണാക്കി നോക്കാം. ഓക്കെ, അപ്പോൾ 2 റിലേ എടുത്തിട്ട് വരാം.
അപ്പോൾ നമ്മൾ 2 റിലേ വാങ്ങിച്ചിട്ടുണ്ട്. 12 വോൾട്ട് റിലേ തന്നെയാണിത്. ഈ റിലേ നമുക്കിതിൽ സെറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്കൊന്ന് ഓണാക്കി നോക്കാം. റിലേ ഒന്ന് ഓണാക്കി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വേറെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ നമുക്ക് മനസ്സിലാക്കാം. അപ്പം റിലേ കത്തിപ്പോയതുണ്ടാകാൻ സാധ്യതയുള്ളൂ. സ്റ്റെബിലൈസറിൻ്റെ ഔട്ട്പുട്ടിനെ കൺട്രോൾ ചെയ്യുന്ന ഭാഗമാണ് ഇപ്പം ഇത് കത്തിപ്പോയിട്ട് കാണുന്നത്. അപ്പോൾ നമുക്ക് മറ്റ് പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല. കത്തിപ്പോയ ഭാഗം ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഞാൻ നമുക്കിത് സോൾഡർ ചെയ്തിട്ട് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. അതുപോലെ തന്നെ മറ്റ് വേറെയുള്ള റിലേ ഒരു റിലേയും കൂടെ ഉണ്ട്. അതിൻ്റെ ടെർമിനൽ ഡ്രൈ സോൾഡറിങ് ഉള്ള ഭാഗങ്ങൾ നമ്മൾ സോൾഡർ ചെയ്യുന്നുണ്ട്. ഡ്രൈ സോൾഡറിങ് ആയി നിൽക്കുന്ന എന്തെങ്കിലും പാർട്സ് ഉണ്ടെങ്കിൽ ആ ഭാഗം കൂടെ നമ്മൾ സോൾഡർ ചെയ്ത് വെക്കേണ്ടതാണ്. നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ പ്രിൻ്റ് കട്ടായി പോയിട്ടുണ്ട്. അവിടെ നമുക്ക് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടെത്തണം. ഇനി നമുക്ക് ഇതിൽ ചെയ്യാനുള്ളത്, ഇവിടെ 2 ടെർമിനൽ റിലേ ടെർമിനൽ കത്തിപ്പോയത് ഇതിങ്ങനെയാണുള്ളത്. ഇവിടെ വേറെ പ്രിൻ്റൊന്നും വരാനില്ല. അപ്പോൾ നമുക്ക് ഇതിനെ തമ്മിൽ ജോയിൻ്റ് ചെയ്യണം. അതിനെന്താ ചെയ്യുക, നമുക്ക് വൈൻഡിങ് വയർ ഉപയോഗിച്ചിട്ട് ഒരു സംഭവം ഉണ്ടാക്കാം. വൈൻഡിങ് വയർ ഡയറക്റ്റ് സോൾഡർ ചെയ്താൽ പിടിക്കില്ല. ഇത് ചുരണ്ടണം എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമല്ലോ, പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ഈ വൈൻഡിങ് വയർ വെച്ചിട്ട് നമുക്കവിടെ സോൾഡർ ചെയ്യാം. കുറച്ച് കട്ടിയുള്ള വൈൻഡിങ് വയർ ആയതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും വരില്ല. ഒരുപാട് കട്ടിയിലൊന്നും കമ്പി ഇടേണ്ട വരത്തില്ല. നമുക്കിത് വൈൻഡിങ് വയർ ഇവിടെ ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. കോപ്പർ വയറാണ്. കോപ്പർ വയർ നമ്മൾ ജസ്റ്റ് നമുക്കൊന്ന് കുഴപ്പമില്ല, ഇത് തന്നെ സോൾഡർ ചെയ്താൽ മതി. നന്നായിട്ട് സോൾഡർ ചെയ്ത് കൊടുത്താൽ അത് നിന്നോളൂ. അപ്പോൾ നമുക്ക് ഈ വൈൻഡിങ് വയർ ഇവിടെ സോൾഡർ ചെയ്ത് കൊടുക്കാം. ഉള്ളൂ. ഒരു കുറച്ച് ഗേജുള്ള വൈൻഡിങ് വയർ ആയതുകൊണ്ട് നമുക്ക് വേറെ സീനൊന്നും വരത്തില്ല. കത്തിപ്പൊന്നും പേടിക്കണ്ട, സെറ്റാണ്. അപ്പോൾ നമ്മൾ സോൾഡറിങ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പ്രീസെറ്റുകൾക്കൊന്നും കംപ്ലൈൻറ്റ് ഇല്ല. നിലവിൽ അത് നമ്മൾ അനക്കിയിട്ടില്ല, അങ്ങനെ തന്നെ നിൽക്കട്ടെ. ഇനി നമുക്കിതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. എന്നാലും ഇൻപുട്ട് സെക്ഷൻ ഓണായിട്ട് കാണുന്നുണ്ട്. സെക്കൻഡറി ഔട്ട്പുട്ട് ഓൺ ആകുമെന്ന് നോക്കാം. ത്രീ 2 മിനിറ്റ് പറയുന്നുണ്ട്. ഞാനിവിടെ തൊട്ടപ്പോഴാണോ ഓണായത് എന്നറിയില്ല. എന്തായാലും ഔട്ട്പുട്ട് ഓണായിട്ടുണ്ട്. ഇപ്പം മീറ്റർ പോയേനെ. ഓക്കെ, 200 വോൾട്ട് ഉണ്ട്. നമുക്കൊന്നും കൂടി ഇത് ഓണാവുമെന്ന് നോക്കാം. ടു 2 മുതൽ 3 മിനിറ്റ് വരെ സമയം പറയുന്നുണ്ട്. ഓണാവുമെന്ന് നോക്കാം.
എന്തായാലും ഔട്ട്പുട്ട് സെക്ഷൻ വർക്ക് ആകുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലായില്ലേ. രണ്ട് റിലേയിലും ടെർമിനലും കത്തിപ്പോയിട്ടുണ്ട്. ഇത് 12 വോൾട്ട് DC റിലേ ആണ്. സാധാരണ സ്റ്റെബിലൈസറുകളിലൊക്കെ വരുന്ന റിലേ ആണ്. മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും 20 രൂപ 25 രൂപ. ഇതാ ഓട്ടോമാറ്റിക്കലി ഔട്ട്പുട്ട് ഓപ്പൺ ആയിട്ടുണ്ട്. ഔട്ട്പുട്ട് ഓക്കെയാണ്. നമുക്ക് മീറ്ററിൽ നോക്കിക്കളയാം. ഉണ്ട് ഔട്ട്പുട്ട് 200 ചില്ലറ വോൾട്ടോളം കാണിക്കുന്നുണ്ട് ഔട്ട്പുട്ട്. അപ്പം നമുക്കിതിന് സെറ്റ് ചെയ്യാം. വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. നമ്മൾ സെറ്റ് ചെയ്തു. നമുക്ക് ഓൺ ചെയ്ത് നോക്കാം. ഓക്കെ, സെക്കൻഡറി ഓൺ ആയിട്ടുണ്ട്. ഔട്ട്പുട്ട് കിട്ടി തുടങ്ങി. ഔട്ട്പുട്ട് നമുക്ക് ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, 200 ചില്ലറ വോൾട്ട് ഉണ്ട്. അപ്പോൾ നമ്മുടെ പ്രീമിയർ സ്റ്റെബിലൈസറിൻ്റെ വീഡിയോ ആണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ റിലേ കംപ്ലൈൻ്റ് ആയിരുന്നു. റിലേ കത്തിപ്പോയതായിരുന്നു. റിലേ കത്തിയെന്ന് പറഞ്ഞാൽ റിലേയുടെ ടെർമിനലിൽ കത്തിപ്പോവുക. അപ്പോൾ PCB ടൈപ്പ് റിലേ ആയതിനാൽ ഡ്രൈ സോൾഡറിങ് ഉണ്ടാവാം. അപ്പോൾ ഇതിൽ 230 വോൾട്ടാണ് ഇതിനെ ഹാൻഡിൽ ചെയ്യുന്നത് ഈ റിലേ. അപ്പോൾ ഡ്രൈ സോൾഡർ വരുന്ന ഭാഗത്ത് സ്പാർക്ക് ഉണ്ടാകാൻ സാധ്യത കൂടുതൽ. അങ്ങനെ സ്പാർക്കായി കത്തിപ്പോയതാണിത്. അപ്പോൾ റിലേ നമ്മൾ മാറ്റിയിട്ടു. അതിൻ്റെ ടെർമിനലിൻ്റെ ഭാഗം കത്തിപ്പോയിട്ടുണ്ട്. അവിടെ നമ്മളൊരു കോപ്പർ വൈൻഡിങ് വയർ ഉപയോഗിച്ച് ഒരു ലീഡൊക്കെ കൊടുത്തു സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും പുതിയ വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം.